everyone, welcome back to English Cafe. ഇന്നത്തെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? കാരണം ഇന്നത്തെ ക്ലാസ് ഏകദേശം കഴിഞ്ഞ ക്ലാസ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്ലാസ് തന്നെയാണ്. പല റൂൾസും വളരെയധികം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതേപോലെ ഹോംവർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്, ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ വാക്കുണ്ട്, ഡു. ഓക്കെ, സോ ഡു എന്ന വേർഡിൻ്റെ പല വിധമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഡിഫറെൻറ്റ് ടെൻസ് മാറുമ്പം അതിൻ്റെ യൂസേജ് മാറുന്നുണ്ട്, ആ വാക്ക് തന്നെ മാറുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, എവിടേക്കാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. ഓക്കെ, സോ തുടങ്ങാമല്ലേ? ഓക്കെ, സോ ആദ്യം തന്നെ ഡൂവിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഡൂവിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഡു, ഡസ് ആൻഡ് ഡിഡ്. ഏതൊക്കെയാണ് ഡു, ഡസ് ആൻഡ് ഡിഡ്? ഓക്കെ, ഇതിൽ ഡൂം ഡസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഹാസും ഹാവും പഠിച്ച പോലെ തന്നെ പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. ഏതിലാണ് യൂസ് ചെയ്യുക? പ്രസൻറ്റ് ടെൻസ്. അങ്ങനെയാണെങ്കിൽ ഡിഡ് ഏതിലാണ് യൂസ് ചെയ്യുക? ഡിഡ് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ രണ്ട് വേർഡ് ഉണ്ട്. അപ്പം ഹാസും ഹാവും പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് ചെറിയ വ്യത്യാസങ്ങൾ പഠിച്ചില്ലേ? അതേ വ്യത്യാസങ്ങൾ ഇവിടെയുണ്ട്. അത് ഇതൊക്കെയാണ് നമുക്ക് നോക്കാം. ഡു എന്നുള്ളത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? ഐ, യു, ദേ, വി. അതേപോലെ ഒന്നിലധികം പേരുണ്ടെങ്കിൽ അതും പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ ഇങ്ങനത്തെ കണ്ടീഷൻസിലെല്ലാം നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. ഹാസ്, ഹവ്, ഹാഡ് പഠിച്ചപ്പോൾ ഏതായിരുന്നു നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്തത്? ഹാസ് ആണോ? അല്ല, ഹാവ് ആണ്. അപ്പം ഹാവ് പോലത്തെ ഒരു വേർഡാണ് ആക്ച്വലി ഇവിടെ ഡൂം. ഓക്കെ, ഒരേ റൂളും ഇൻസ്ട്രക്ഷനും ഒക്കെയാണ്. സോ ഐ, യു, ദേവിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഈ ഡു യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഓർത്ത് വെക്കുന്ന ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഐ, യു, ദേ, വി. ഐ, യു, ദേ, വി. ഇതൊന്ന് സ്പീഡിൽ പറഞ്ഞേ. ഐ, യു, ദേവി. ഇനി നമുക്കത് ചെറുതായിട്ട് മാറ്റാം. അയ്യോ ദേവി എന്ന് നമ്മൾ പറയാറില്ല, അയ്യോ ദേവി എന്ന് പറയില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി ഇത് ഓർത്തെടുക്കാനായിട്ട്. ഐ, യു, ദേവി, അയ്യോ ദേവി. ഓൾറൈറ്റ്, സോ ഇങ്ങനെ ഓർത്തെടുക്കുമ്പം ഇത് ഇതിൽ വരുന്നതാണ്, പ്ലൂറലിൽ വരുന്നതാണെന്നൊന്ന് ഓർത്തെടുക്കുക. അപ്പം പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഏതിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യുക? ഹാവും അതേപോലെ ഡൂം. അപ്പം ഈ ഹാവിൻ്റെയും ഡൂവിൻ്റെയും കൂടി എപ്പോഴും അയ്യോ ദേവിയാണ് വരുന്നത്. ബാക്കി വരുന്നതെല്ലാം ഈ ഡസിൻ്റെയും അതേപോലെ ഹാസിൻ്റെയും കൂടിയാണ് യൂസ് ചെയ്യുന്നത്. ഹാസ് പോലത്തെ വേർഡാണ് ഇവിടെ ഡസ്. അപ്പം ഡസ് ഏത് സബ്ജക്ട്സിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഏതിൻ്റെ കൂടെയാണ്? സിംഗുലർ സബ്ജക്ട്സ്. അപ്പോൾ സിംഗുലർ സബ്ജക്ട്സ് ഏതാണ്? ഹീ, ഷീ, ഇറ്റ്. അതേപോലെ ഒറ്റൊരാളുടെയോ വസ്തുവിൻ്റെയോ പേരൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പം ഡൂവും ഡസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഡിഡ് ഏതാണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഓൾറെഡി നടന്നുപോയ കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഏത് സബ്ജക്റ്റ് ആയാലും, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എല്ലാം അവിടെ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഐ ഡു മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഹീ ഡസ് ഹിസ് വർക്ക്. അവൻ അവൻ്റെ ജോലി ചെയ്യുന്നു. ഹീ ഡു ഹിസ് വർക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഹീ ഡസ് ഹിസ് വർക്ക് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ചെയ്തു, അതായത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ അവിടെ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുക? അത് ഐ ആയാലും ഹീ ആയാലും എല്ലാം ഡിഡ് ആണ്. ഈ ഡൂം ഡസും ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. ഡിഡ് എന്നുള്ളത് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ഐ ഡിഡ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി ചെയ്തു. ഹീ ഡിഡ് ഹിസ് വർക്ക് എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ജോലി ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവിടെ ഡിഡ് എന്ന് പറയുമ്പം ഏത് സബ്ജക്റ്റ് ആയാലും ഡിഡ് തന്നെയാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ഒന്നും തന്നെ വേണ്ട. ക്ലിയർ ആണോ? ഓക്കെ, ഈ മൂന്ന് ടെൻസ് നമ്മൾ പഠിച്ചു. അതായത് പ്രസൻറ്റിൽ വരുന്ന രണ്ട് വേർഡും അതേപോലെ പാസ്റ്റും പഠിച്ചു. ഇനി ഒരു ടെൻസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതാണെന്ന് അറിയോ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാസ്, ഹാവ്, ഹാഡിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വാക്കുകളെ നമ്മളെല്ലാം പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. ഐ ഹാവ് വർക്ക്ഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഹാസ്, ഹാവ്, ഹാഡ് യൂസ് ചെയ്യുന്നത്. അപ്പം വർക്ക് ബിക്കംസ് വർക്ക്ഡ്. ഐ ഹാവ് വർക്ക്ഡ് ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നുള്ള മീനിങ് ആണ്. ഐ ടേക്ക്.
പക്ഷെ ഐ ഹാവ് പറഞ്ഞാൽ ഐ ഹാവ് ടേക്കൺ എന്നാണ് പറയുന്നത്. ടേക്കൺ ഒരു EN വന്നു. ഓക്കെ, സോ ആ സാധനമില്ലേ, അങ്ങനെ മൂന്നാമത് വരുന്ന ആ ഒരു ടെൻസിനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഡൂനും ഇതേപോലെ പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്. അതേതാണെന്ന് അറിയോ? അതാണ് ഞാൻ ഇവിടെ കൊടുത്ത ഡൺ. ഓക്കെ, സോ ഹാസ് ഹാവ് ഹാഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡുവോ ഡിഡോ ഡസോ ഒന്നുമല്ല യൂസ് ചെയ്യുക. അവിടെ നമ്മൾ യൂസ് ചെയ്യുക ഡൺ ആണ്. ഐ ഹാവ് ഡൺ, ഷീ ഹാസ് ഡൺ, ദേ ഹാഡ് ഡൺ. ഓക്കെ, സോ ഹാസ് ഹാവ് ഹാഡിൽ ഏത് വരുവാണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൺ ആയിരിക്കും യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്, ഹി ഹാസ് ഡൺ ദി ഹോംവർക്ക്, they had done their homework. Okay, had done, has done, have done. Okay, പാർട്ടിസിപ്പിളിൻ്റെ കൂടെ എപ്പോഴും ഡൺ വരും. ക്ലിയർ ആണോ? ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെൻസസിൻ്റെ കാര്യം പഠിച്ചു. ഇനി ഡൂവും ഡിഡും ഡസും ഡണ്ണും ഒക്കെ എവിടേക്കാണ് നമുക്ക് ശരിക്കും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടി നോക്കല്ലേ? ഓക്കെ, ആദ്യം തന്നെ ഡു എന്നുള്ള വേർഡ് നമുക്ക് മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാം. ഡുവോ ഡിഡോ ഡസോ, ഡൂവിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. ഓക്കെ, സോ അത് നമുക്ക് മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാം. മെയിൻ വേർബ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ അകത്ത് പിന്നെ മെയിൻ വേർബായി ആക്ട് ചെയ്യാൻ വേറെ വേർബ് ഉണ്ടാവില്ല. ഇത് തന്നെയായിരിക്കും മെയിൻ വേർബ്. ഫോർ എക്സാമ്പിൾ, ഐ ഡു മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഇവിടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആക്ഷൻ. വേറെ ഏതെങ്കിലും ആക്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സോ നമ്മുടെ മെയിൻ ആക്ഷൻ തന്നെ ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇവിടെ ഡു എന്നുള്ള വേർബില്ലേ, അതാണ് നമ്മുടെ മെയിൻ വേർബ്. എന്താണ് ഡു? എന്താണ് ഇവിടെ മെയിൻ വേർബായി ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലത്തെ വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. ടെൻസ് മാറ്റി, ഇത് പ്രസന്റ് ടെൻസ് അല്ലേ, ഇതിനെ പാസ്റ്റ് ടെൻസിൽ കൊടുക്കുകയാണെങ്കിൽ ദേ ഡിഡ് ദ വർക്ക്, അവർ ജോലി ചെയ്തു. ഇവിടെ ആക്ഷൻ എന്താണ്? ചെയ്തു എന്നുള്ള ഒരു വാക്കാണ്. അപ്പൊ ഇവിടെ ഏതാണ് മെയിൻ വേർബ്? ഡിഡ് ആണ് നമ്മുടെ മെയിൻ വേർബ്. അപ്പം ചില സാഹചര്യങ്ങളിൽ ചില സെന്റൻസിൽ നമുക്ക് ഡുവോ ഡിഡോ ഡസോ ഏതായാലും നമുക്ക് മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാം. എന്തായിട്ട് യൂസ് ചെയ്യാം? മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാം. ഇനി ചില സാഹചര്യങ്ങൾ മെയിൻ വേർബ് എന്താണെന്ന് മനസ്സിലായില്ലേ? ചില സാഹചര്യങ്ങൾ നമ്മളിത് ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യും. അതായത് ഹെൽപ്പിംഗ് വേർബ്. എന്താ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമല്ലേ? യെസ്. അപ്പോൾ ചില സമയത്ത് നമ്മളിത് ഹെൽപ്പിംഗ് വേർബായിട്ടും യൂസ് ചെയ്യും. അതെവിടേക്കാണ് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് നമുക്ക് ഈ ഡു യൂസ് ചെയ്യാം. ഡു യു ലൈക്ക് ഹിം? നിനക്ക് അവൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതിൽ ആക്ഷൻ ഏതാണ്? ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അപ്പം ശരിക്കും ഇവിടെ ലൈക്കാണ് നമ്മുടെ മെയിൻ വേർബ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡു എന്താണ്? ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബാണ്. ക്ലിയർ ആണോ? ഡു യു ലൈക്ക് ഹിം എന്ന് പറയുമ്പം അവിടെ മെയിൻ വേർബായിട്ട് വേറെ തന്നെ വാക്കാണ്. ലൈക്കാണ് നമ്മുടെ മെയിൻ വേർബ്. അപ്പം അവിടുത്തെ ഓക്സിലറി വേർബാണ് നമ്മുടെ ഡു. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് ഡു യൂസ് ചെയ്യാം. അടുത്തത് നോക്കിക്കേ. ഡസ് ഷീ വർക്ക്? ഡസ് ഷീ വർക്കിൽ അവൾ ജോലി ചെയ്യുവാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ജോലിയാണ് അവൾ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ വേർബായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡസ് എന്താണ്? നമ്മുടെ ഹെൽപ്പിംഗ് വേർബാണ്. അപ്പം ഇങ്ങനെയും ഡു ഡസ് ഡിഡ് നമുക്ക് യൂസ് ചെയ്യാം. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതെപ്പോഴും ഹെൽപ്പിംഗ് വേർബ് ആയിരിക്കും. അവിടെ അത് മെയിൻ വേർബ് ആവില്ല. ഇതാണ് ആദ്യത്തേത് കേട്ടോ. ആദ്യത്തേത് മനസ്സിലായില്ലേ? ചോദ്യം ചോദിക്കാൻ. രണ്ടാമത്തെ നോക്കിക്കേ. ചില സമയത്ത് ഡു ഇല്ലേ, ഡു ഹെൽപ്പിംഗ് വേർബ് ആയിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പഠിക്കുന്ന എല്ലാം ഡു എങ്ങനെയാണ്? ഡു ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യുന്ന പല സാഹചര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം രണ്ടാമത്തതിൽ ഡു ഓക്സിലറി വേർബ് തന്നെ ആയിരിക്കും. അപ്പം മെയിൻ വേർബായിട്ട് ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ ലൈക്ക് വന്നു, വർക്ക് വന്നു. അതേപോലെ ചില സാഹചര്യങ്ങളിൽ ഹാവ് എന്നുള്ള വേർഡ് മെയിൻ വേർബായിട്ട് വരും. ഹാവ് എന്തായിട്ട് വരും? മെയിൻ വേർബായിട്ട് വരും. ഹാവ് മെയിൻ വേർബായിട്ട് വരും. അതെവിടേക്കാണ് നമുക്ക് നോക്കാം കേട്ടോ. ഡു യു ഹാവ് എ പെൻ? ഇതിന്റെ മീനിങ് എന്താണ്? നിന്റെ കയ്യിലൊരു പേന ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. സോ ഡു യു ഹാവ് എ പെൻ? അപ്പം ഇവിടെ ഡു എന്നുള്ളത് ഓക്സിലറി വേർബാണ്. ഹാവ് എന്നുള്ളത് ഇവിടെ മെയിൻ വേർബായിട്ടാണ് യൂസ് ചെയ്തത്. അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഡു ദേ ഹാവ് വർക്ക്? അവർക്ക് ജോലിയുണ്ടോ? അപ്പം ഇവിടെയും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹാവ് ഉണ്ടാവുന്നതാണ് നമ്മുടെ മെയിൻ വേർബ്. അപ്പം ഇവിടെയും ഹാവ് മെയിൻ വേർബ് ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഓക്സിലറി വേർബ് ഏതാണ്? അതായത് ഹെൽപ്പിംഗ് വേർബ് ഏതാണ്? ഡു ആണ്. സോ ഇങ്ങനെ നമുക്ക് ഡുവിനെ മെയിൻ വേർബ് ഹെൽപ്പിംഗ് വേർബായിട്ട് യൂസ് ചെയ്യാം.
ക്ലിയർ ആണോ? ഓക്കെ, സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഡു ഓക്സിലറി വേർബ് അതേപോലെ ഹാവ് മെയിൻ വേർബ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്ത നോക്കാം നമുക്ക് മൂന്നാമത്തേത്. ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് സെന്റൻസിൽ ഇത് യൂസ് ചെയ്യാം. അതായത് ഈ 3 വാക്കിനും ഇതിൻ്റെതായ നെഗറ്റീവ് വേർഡ്സും കൂടി ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് വേർഡ്സ് ഏതാ നമുക്ക് നോക്കാം. ഡു എന്നുള്ളതിന്റെ നെഗറ്റീവ് വേർഡ് ആണ് ഡു നോട്ട്. എന്താണ്? ഡു നോട്ട്. അല്ലെങ്കിൽ ഡോണ്ട് എന്ന് നമുക്ക് പറയാം. എന്താണ്? ഡോണ്ട്. ഓക്കെ. ഇനി ഡസിന്റെ നെഗറ്റീവ് വേർഡ് ആണ് ഡസ് നോട്ട്. എന്താണ്? ഡസ് നോട്ട്. അതിനെ ഷോർട്ടൻ ചെയ്തിട്ട് നമ്മൾ ഡസൻറ്റ് എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ. അതേപോലെ ഡിഡിന്റെ നെഗറ്റീവ് വേർഡ് ഏതാണ്? ഡിഡ് നോട്ട്. ഓക്കെ. അതിനെ ഷോർട്ടൻ ചെയ്തിട്ട് ഡിൻറ്റ് എന്ന് പറയും. ഓക്കെ. സോ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഡസ് എന്ന് പറഞ്ഞാലും ചെയ്യുക, ഡിൻറ്റ് അല്ല ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്നുള്ള മീനിങ് ആണ്. ഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തില്ല എന്നുള്ള മീനിങ് ആണ്. ചെയ്തു ഡിഡ്, ചെയ്തില്ല ഡിൻറ്റ്. ഓക്കെ. സോ അങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഓക്കെ. നമ്മളിവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡു ഉള്ളത് ഡോണ്ട് ആയി. ഓക്കെ. ഇനി അടുത്തത് നീന ഡസൻറ്റ് ഒബേ മീ, അവൾ എന്നെ അനുസരിക്കാറില്ല. ഓക്കെ. അനുസരിക്കുന്ന പറയുമ്പോൾ നീന ഒബേസ് മീ. നീന ഡസൻറ്റ് ഒബേ മീ എന്ന് പറഞ്ഞാൽ അനുസരിക്കാറില്ല. നെഗറ്റീവ് ആണ്, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡസ് ഉള്ളത് ഡസൻറ്റ് ആയി. അങ്ങനെ ഈ ടൈപ്പിൽ നമുക്കത് യൂസ് ചെയ്യാം. എങ്ങനെയാണ്? നെഗറ്റീവ് സെന്റൻസിലും യൂസ് ചെയ്യാം. അവസാനത്തേത് ചില സാഹചര്യങ്ങളിൽ ഡു എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബ് ആയിട്ടും യൂസ് ചെയ്യാം, മെയിൻ വേർബ് ആയിട്ടും യൂസ് ചെയ്യാം. രണ്ടും കൂടി ഒരു സെന്റൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെ നമുക്ക് നോക്കാം. ആദ്യത്തേത് വാട്ട് ഡു യു ഡു ഹിയർ. വാട്ട് ഡു യു ഡു ഹിയർ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള മീനിങ് ആണ്. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്. വാട്ട് ഡു യു ഡു ഹിയർ, അവിടെ ഡു എന്നുള്ള അവസാനത്തെ ഡു, ചെയ്യുക എന്നുള്ളതാണ് മെയിൻ വേർബ് ആയിട്ടുള്ളത്. അപ്പം ഇത് മെയിൻ വേർബും വാട്ട് ഡു യു ഡു ഹിയർ എന്നുള്ളതിൻ്റെ ഡു എന്താണ്? ഹെൽപ്പിംഗ് വേർബും കൂടിയാണ്. ഓക്കെ. സോ ഇവിടെ ഒന്ന് മെയിൻ വേർബും ഒന്ന് ഹെൽപ്പിംഗ് വേർബും ആണ്. അതേപോലെ ഹൗ ഡു യു ഡു ദാറ്റ്, നീ എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇവിടെയും ചെയ്യുക എന്നുള്ള മീനിങ് ഒരു വേർഡ് ഉണ്ട്, അതാണ് നമ്മുടെ മെയിൻ വേർബ്. ഇത് നമ്മുടെ മെയിൻ വേർബും അതേപോലെ ഈ രണ്ടാമത് വരുന്ന ഡു, അതായത് എഴുതുമ്പം ആദ്യമാണ് വരിക, ആ ഒരു ഡു നമ്മുടെ ഹെൽപ്പിംഗ് വേർബും ആണ്. സോ ഇങ്ങനെ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. ഹെൽപ്പിംഗ് വേർബായും മെയിൻ വേർബായും ഒരു സെന്റൻസിൽ നമുക്ക് കൊണ്ടുവരാം. സോ ഇങ്ങനെ പല രീതിയിലായിട്ട് നമുക്ക് ഈ ഡു ഡിഡ് ഡസിനെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനി പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ പഠിച്ചത് ഡൂവിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഏതൊക്കെയാണ്? ഡു ഡസ് ഡിഡ്, അതേപോലെ പാർട്ടിസിപ്പിളിൽ വരുമ്പം ഡൺ ആണ്. ഡൂവും ഡസും പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നു, ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നു. ഡു ഏതൊക്കെ സബ്ജക്ട്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക? ഐ യു ദേവി, അതേപോലെ എല്ലാ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയും ഡു യൂസ് ചെയ്യും. ഡസ് എവിടെ യൂസ് ചെയ്യും? ഹീ ഷീ ഇറ്റ്, അതേപോലെ എല്ലാ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും നമ്മൾ ഡസ് യൂസ് ചെയ്യും. ഡിഡ് എവിടെയാണ് യൂസ് ചെയ്യുക? പാസ്റ്റ് ടെൻസിൽ. അത് ഏത് സബ്ജക്റ്റ് ആയാലും ഡിഡ് പാസ്റ്റ് ടെൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഡൺ എവിടെയാണ് യൂസ് ചെയ്യുക? ഹാസ് ഹാവ് ഹാഡിൻ്റെ കൂടെയാണ് നമ്മളെപ്പോഴും ഡൺ യൂസ് ചെയ്യുക, അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. ഇനി ഡിഫറെൻറ്റ് യൂസേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന്, ചില സമയത്ത് മെയിൻ വേർബ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ചെയ്യുക, ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ്. ഐ ഡു മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ദേ ഡിഡ് ദ വർക്ക്, അവർ ജോലി ചെയ്തു. അപ്പം ഇങ്ങനെ ചെയ്യുക എന്നുള്ളതൊരു മെയിൻ വേർബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചില സമയത്ത് ഓക്സിലറി വേർബായിട്ടും യൂസ് ചെയ്യാം. ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന്, ചോദ്യങ്ങൾ ചോദിക്കാൻ. ഡു യു ലൈക്ക് ഹിം, ഡസ് ഷീ വർക്ക്, അപ്പം നിനക്ക് അവന് ഇഷ്ടമാണോ, അവൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ ഡൂവും ഡസും ഒക്കെ ഓക്സിലറി വേർബാണ്, മെയിൻ വേർബ് അല്ല. അതേപോലെ തന്നെ ചില സമയത്ത് ഹാവ് മെയിൻ വേർബായിട്ട് വരും. ഡു ഓക്സിലറി വേർബ് തന്നെ, ഹാവ് മെയിൻ വേർബായിട്ട് വരുമ്പം ഡു യു ഹാവ് എ പെൻ, നിൻ്റെ കയ്യിലൊരു പേനയുണ്ടോ. ഡു ദേ ഹാവ് വർക്ക്, അവർക്ക് ജോലി ഉണ്ടോ. അപ്പം നമ്മൾ ഈ ഉണ്ട്, ഒരു കാര്യം ഉണ്ടാവുന്നതാണ് നമ്മുടെ മെയിൻ വേർബായിട്ട് വരുന്നത്. ഡു എന്നുള്ളത് ഓക്സിലറി വേർബായിട്ട്. ചില സമയത്ത് ഇത് നെഗറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഐ ഡോണ്ട് നോ, ഷീ ഡസൻറ്റ് ഒബേ മീ, അല്ലെങ്കിൽ നീന ഡസൻറ്റ് ഒബേ മീ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഈ ഡു ഡിഡ് ഡസിൻ്റെ നെഗറ്റീവാണ് വരുന്നത്. അവസാനത്തേത് രണ്ടായിട്ടും യൂസ് ചെയ്യാം. ചില സ്റ്റേറ്റ്മെൻറ്റിൽ അത് മെയിൻ വേർബായിട്ടും വരും, ഹെൽപ്പിംഗ് വേർബായിട്ടും വരും. ഏതൊക്കെയാണ്? വാട്ട് ഡു യു ഡു ഹിയർ, ഇവിടെ ഏത് ഡു ആണ് നമ്മുടെ മെയിൻ വേർബായിട്ട് വരുന്നത്? ആദ്യത്തെ ഡു ആണോ രണ്ടാമത്തെ ഡു ആണോ? ഇപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ. ഏതാണ്? രണ്ടാമത്തെ ഡു ആണ് നമ്മുടെ മെയിൻ വേർബ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഡു ഏതാണ്? ഹെൽപ്പിംഗ് വേർബാണ്. അതേപോലെ രണ്ടാമത്തേത് ഹൗ ഡു യു ഡു ദാറ്റ്, ഇവിടെ മെയിൻ വേർബ് ഏതാണ്? ഇതാണോ ഇതാണോ? ഇതാണ് നമ്മുടെ മെയിൻ വേർബ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? നമ്മുടെ ഹെൽപ്പിംഗ് വേർബാണ്. സോ ഹെൽപ്പിംഗ് വേർബായും മെയിൻ വേർബായും ഒരുമിച്ചും ഒരു സെൻറ്റൻസിൽ ചില സമയത്ത് വരും. ഓക്കെ. സോ ഇങ്ങനെ
നമ്മൾ ഡു ഡിഡ് ഡസും അതേപോലെ ഹാസ് ഹാവ് ഹാഡും 2 ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഇനി 2 ക്ലാസ്സിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സൺ ട്യൂട്ടറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സ് ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ. അങ്ങനെയാണ് അടുത്ത ക്ലാസ് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതേപോലെ എന്തെങ്കിലും ഹോംവർക്ക് തരുവാണെങ്കിൽ അതും കൃത്യമായി ചെയ്ത് സമയത്തിന് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എവറിബഡി ടേക്ക് കെയർ, ബൈ.